എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം. അപ്പോ സ്വാഗതം. അപ്പൊ അതാ അമ്മ സാരി കൊടുത്ത് ഇങ്ങനെ അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ട് കേട്ടോ. അപ്പൊ എവിടെ വെച്ചാല് അകമ്പാടം എന്ന് പറഞ്ഞ സ്ഥലത്താ, നിലമ്പൂര് അപ്പുറം. അപ്പൊ അങ്ങനെ കല്യാണത്തിന് പോകാൻ ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു ബസ് ഉണ്ട്, അതിന് പോയാല് വണ്ടൂർ ഇറങ്ങിയിട്ട് വണ്ടൂരിൽ നിലമ്പൂര് കയറുക, എന്നിട്ട് അകമ്പാടം. അപ്പോൾ അമ്മയും അപ്പൂസും കൂടിയാണ് പോണത് ഇവിടുന്ന് ബസ്സിന്. എല്ലാവരും കൂടി ബൈക്കിൽ പോകാൻ പറ്റാത്ത കാരണം ഞങ്ങൾ രണ്ടാളും ബൈക്കിൽ ബാക്കിൽ പോവാണ്. അപ്പൂസും അമ്മയും കൂടി ബസ്സിനും പോവാണ്. പിന്നെ അപ്പൂസും അമ്മയും മാത്രമല്ല, നമ്മളെ വല്യച്ഛൻ്റെ വീട്ടിൽ നിന്നും ചെറിയച്ഛൻ്റെ വീട്ടിൽ നിന്നും എല്ലാവരും ഉണ്ട്. എല്ലാവരും കൂടിയിട്ടാട്ടോ പോണത്. അപ്പോൾ ഇങ്ങനെ പിന്നെ ഓഡിറ്റോറിയത്തിലാണ് കല്യാണം. പെൺകുട്ടിൻ്റെ കല്യാണം കേട്ടോ, കൊടുത്തയക്കണ കല്യാണമാണ്. അപ്പോൾ സന്തോഷമായിട്ട് അതേപോലെ നീച്ച് കുളിക്കണുള്ളൂ. കുളി കഴിഞ്ഞിട്ട് വേണം പോവാൻ. ഇവരുടെ എത്തുമ്പോഴേക്കും അതിൻ്റെ ബാക്കിലെത്തിയാൽ മതി അല്ലേ. അപ്പോൾ പുസരിഞ്ഞാൽ മതി. അപ്പം നമ്മൾ കഴിഞ്ഞ ഇതിൽ അമ്മ സാരി എടുത്തിട്ട് എല്ലാവരും കമൻറ്റ് ഇട്ടിരുന്നു, സാരി എടുത്തത് ഒട്ടും നന്നായിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ചില സമയത്ത് വലിച്ചു വാരി എടുത്തിട്ട് നമ്മൾ ബേജാറിൽ പോവില്ലേ, അപ്പോൾ അത് ഉടുക്കാനൊന്നും അത്രയൊക്കെ തന്നെ നന്നാവുള്ളൂ. പിന്നെ ഇത്രയും കാലം ഉടുത്തില്ലേ, അപ്പൊ ചിലപ്പോൾ ഇങ്ങോട്ട് നന്നാവും, ചിലപ്പോൾ അതിന് വേണ്ടി ഇങ്ങോട്ട് കൊളാവും. ഇന്നും ഉഷാറായിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇത് നമ്മളെ ഒരു ചേച്ചീൻ്റെ കുടിരിക്കലിന് സന്തോഷമായിട്ട് അടുത്തടുത്ത സാരിയാണ് കേട്ടോ. ബ്ലൗസ് എനിക്ക് അല്ലാതെ ഒരു മാച്ചില്ല എന്നുള്ളൂ. അപ്പോൾ ഈ സാരീൻ്റെ പിന്നൊക്കെ ഒന്ന് ബാക്കിക്ക് കുത്തി കൊടുക്കാണ്ട്, കുറച്ച് അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ട്, ഞെറിയൊന്നൊപ്പം പിടിച്ചു കൊടുക്കാണ്ട്. അപ്പം അതൊന്ന് റെഡിയാക്കി കൊടുത്തിട്ട് വരാം കേട്ടോ. എൻ്റെ തലപ്പത്ത് കുത്തിയാലുള്ള അപ്പോ മാറ്റിക്കോ, മസാല കത്തിക്കൂല കേട്ടോ. 8:25 അപ്പോസിന് ചായ ഒന്നും വേണ്ടല്ലോ. നമ്മളെപ്പോഴാ പോണേ? നമ്മള് വണ്ടിയുടെ സ്ഥലല്ല. നമുക്കൊരു നാനോ ഉണ്ടായിരുന്നു, നാനോന്റെ വിലയൊക്കെ എപ്പോഴും മനസ്സിലാവണേ. കുഴപ്പമില്ല. പിന്നെ നമ്മളെ കല്യാണം തന്നെ നമ്മളെ മെയിൻ തേക്ക് നാട്ടിലാണ്, തേക്കിന്റെ സ്വന്തം നാട്ടില്. പോണ വഴിക്കാണ് നിലമ്പൂരത്തേക്കും പോണ വഴിക്കാണ് തേക്ക് മ്യൂസിയം പോണ വഴിക്കാണ്. മ്യൂസിയത്തിൽ നമ്മൾ പോയിരുന്നു. ഇങ്ങനെ ഇങ്ങോട്ട് പിടിച്ചോണ്ട് സൈഡിലേക്ക് ഒരു കുത്തലില്ലേ, അങ്ങനെ കുത്തണ്ടാന്ന്. അപ്പൊ എന്താ കിട്ടുന്നില്ല അവിടെ. അപ്പോ വേറെ പോവാ, അത് മാറ്റി പാന്റ് വേണ്ട ഡ്രസ് ഇട്. അപ്പൂസിന് കൊറേ ടീഷർട്ട് ഇട്ടുണ്ട്, ഏത് ഇടണം എന്ന് ഒരു ഐഡിയ ഇട്ടണില്ല. ഒരു മഞ്ഞുണ്ട്, ഒരു ചോപ്പുണ്ട്, ഇല്ല അപ്പൊ ഒരു പച്ച ഉണ്ട്. ഇതിടുമ്പോ നമുക്കും പോവല്ലേ, ഒരുങ്ങ ചാടിക്കണ്ടേ, ചായ വേണ്ട കല്യാണത്തിന് പോണേ. അപ്പൊ അമ്മയും അപ്പൂസും പോവട്ടോ. അപ്പൂസും പോയിക്കോ, വാച്ചൊക്കെ പിന്നെ ശരിയാക്കാം. ബസ് വരും സമയായോ? ആ 8:40, 8:45 ബസ്സിനാണ്. ഞങ്ങളിപ്പോ വരട്ടോ, വരട്ടോ. പോയിക്കോ എന്താണ് അമ്മമ്മ പോലെ ജോ ബസ്സിനല്ലേ. ഞങ്ങള് വരട്ടെ ബൈക്കില്. അപ്പൊ നമ്മള് നിലമ്പൂര് തേക്കിന്റെ നാട്ടിലെത്തിയില്ലേ. ലോകത്തിലെ ഏറ്റവും വലിയ തേക്ക്. ഇപ്പൊ കുറച്ച് തിരക്ക് കുറവില്ലേ വണ്ടിക്കും, പിന്നെ നല്ല തിരക്കോ. കുറച്ചൊരു കഴിയണം, ഏറ്റവും കൂടുതൽ തിരക്കുള്ള സ്ഥലം. പിന്നെ കച്ചവടങ്ങളൊക്കെ വരുന്നുള്ളൂ, ഇതിലൊന്നും കാലെടുത്ത് വെക്കാൻ സ്ഥലം ഉണ്ടാവില്ല. ഇതിലെങ്ങോട്ട് നമ്മളിവിടെ പോയിട്ട് ഇവിടെ പണി നടക്കാറുണ്ട്, കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഒരു ദിവസം നമുക്ക് വരണ വഴി അവിടെ എന്തൊക്കെ പാലം പണിയോ എന്നൊക്കെ പറഞ്ഞു. എന്താ പരിപാടി പൊട്ടിയേ?
ഇവിടെ ഭയങ്കര ചായ കേട്ടോ അമ്മ. ആ പൂസിരുന്നോ. അപ്പൊ ഞങ്ങളിപ്പോ എത്തിറ ഉപ്പുമാവും ചായയും കുടിക്കാണ് അല്ലേ മോളമ്മ? ആ വേഗം കുടിച്ചോളി. കിട്ടിയ ചായ ചെക്ക് വന്നിട്ട് അതാ വരുന്നേ. പെണ്ണോടെ ഇരിക്കും. കാണുന്നത് പെണ്ണിൻ്റെ അമ്മയാണ് ബാക്കിൽ വരുന്നത്. ആയില്ല ലൈറ്റില്ല അമ്മയൊക്കെ അവിടെ वर्धनं मम बुद्धिप्रकाशाय दीपज्योतिर्नमो नमः। सर्वमङ्गलमाङ्गल्ये शिवे सर्व കന്യാദാനം എന്നുള്ള ചടങ്ങാണ് വിവാഹത്തിന് മുന്നോടിയായിട്ട് കന്യകയെ വരന് ദാനം ചെയ്യുന്ന ചടങ്ങാണ്. ശുഭേ സിദ്ധൗ ധർമ്മപ്രജ സമ്പത്തയെ ഏകവിംശതി കുലോത്താരണായ വരസ്യ പിതൃ ഋണമോചനായ ച കന്യകാദാനം അഹം കരിഷ്യേ. കന്യാം കനകസമ്പന്നാം സർവാഭരണ ഭൂഷിതാം ദാസ്യാമി വിഷ്ണവേ തുഭ്യം ബ്രഹ്മലോകം ചികീർഷയ. വിശ്വംഭര സർവഭൂത സർവദാ സാക്ഷിദേവത ഇമാം കന്യാം പ്രദാസ്യാമി പിതൃണാം കാരണായ ച. വരന്റെ അച്ഛന്റെ പിതൃക്കളോടുള്ള കടം വീട്ടുന്നതിന് വേണ്ടി സർവാഭരണ ഭൂഷിതയായിട്ടുള്ള കന്യകയെ വരന് ഞാൻ ദാനമായി നൽകുന്നു. ഇതാണ് ചൊല്ലേണ്ടത്. ശുഭേ 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 സമ്പത്യന്തം സ്ത്രീയം ലോകത്തിന് ധർമ്മപ്രജയെ നൽകുന്നതിന് വേണ്ടി ഈ കന്യകയെ ദാനമായി അഞ്ഞു വിളിക്കുന്നുണ്ടല്ലോ. മമ വംശവിജയ
അതിനെ ഫോട്ടോ എടുക്കാറോ? വീഡിയോ എടുത്തളാ, വീഡിയോ എടുത്തളാ, വീഡിയോ അല്ല, വീഡിയോയിൽ ഫോട്ടോ എടുക്കാനോ? അതിന് കഴിയില്ല, ജയിലെടുക്കണം. സാധാ എടുത്തളാ. സാധാരണ ഇതാ അത് വീഡിയോയും പോകും. അത് താലി കെട്ടത് നോക്കട്ടെ. അപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളെ ഇതിന് പറഞ്ഞിട്ട് കാര്യം കഴിഞ്ഞടാ കഴിഞ്ഞടാ. മോനെ എപ്പത്തെ ഡയലോഗില്ലേ? പിന്നെ കെട്ടിയവരൊക്കെ പറയും. അവര് പറയുന്നുണ്ട്, അവര് പറയുന്നുണ്ട്. അതാണ് റെഡിയല്ലേ? കുറെ കാലം മറ്റേ കാർട്ടൂൺ കേൾക്കണേ, അത് പഠിച്ചു. മറ്റേ പഞ്ച് വെച്ചോ കുഞ്ഞുമോനെ എന്തൊക്കെ വയ്ക്കാം? ആയി പറ, കൈ വന്തിക്ക് വന്തിക്ക്. ബന്ധുവിന്റെ അച്ഛൻ, അമ്മ, അമ്മാവന്മാര്, സ്ഥാനത്തുള്ള ആളുകൾക്ക് വേണമെങ്കിൽ ശിരസിലെ പുഷ്പത്തെ അനുഗ്രഹിക്കാം. അങ്ങനെ എല്ലാവരും നല്ല ആളുകൾ. പെണ്ണിന്റെ അനിയത്തി വിളിക്കോ? പെണ്ണിന്റെ അനിയത്തി കണ്ടിട്ടില്ല. അനിയനാണോ? അനിയല്ല, പെണ്ണിന്റെ 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 അനിയൻ. ഞാൻ വന്നപ്പോൾ കണ്ടു തിരക്കില്ല, വെൽക്കം ചെയ്യാൻ പോയി പറ്റി. അടിപൊളി മോഡലാ നിക്കണേ. ഉണ്ണി എന്നിട്ട് പൈസ കൊടുക്കണ്ടോ? എന്ത് പൈസ എന്ത് പൈസ വിട്ട് വിട്ടേക്ക്.
എല്ലാവരും എത്തി. എന്താ കുട്ടി മോളെ കല്യാണം. ഇതാണ് പെണ്ണിന്റെ അച്ഛൻ നമ്മളെ ശിവേട്ടൻ. ശിവേട്ടൻ. പിടി. ഹായ് പറഞ്ഞ ഹായ്. കഴിക്കാൻ പോവാ. ഇവിടെ എങ്ങനെ ഫോട്ടോ എടുക്കലാണ്? ഇതാരാ ഇതാരാ ഇതാരാ? ചെറിയമ്മേന്റെ ആംഗ്ലേന്റെ മോള് എടുത്തോളി. മിനി 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 ഹായ് എത്തിക്കാൻ കുഞ്ഞോളെ കുഞ്ഞോളെ ഇങ്ങോട്ട് നിൽക്ക് ഷിജിയ, ഇങ്ങോട്ട് അടുത്തേക്ക് അടുത്തേക്ക്. ഫോട്ടോ എടുക്കില്ല? ഫോട്ടോ എടുക്കണില്ല? ഫോട്ടോ എടുത്തു. ഇനി ഇവരെല്ലാവരും ചേർന്നിട്ട് എടുക്കാൻ എടുക്കില്ലേ? ഒന്ന് പിടിക്കുവോ? അറിയോ? ഇത് പെണ്ണിന്റെ അമ്മയാണ്. കണ്ടാ പുതിയ ഒന്നാണേലും. അമ്മായിമ്മക്ക് എന്തിനാ ഫിൽറ്റർ അല്ലേ? അമ്മായിമ്മയാണ്. സമറൊന്നുമില്ല.
കഴിച്ചോ. ഏതാ കുൽക്കി സർബത്തോ പൈനാപ്പിൾ? വെള്ളം കുടിക്കില്ല എന്നാല്. കല്യാണം കഴിഞ്ഞ് വന്നു. നമ്മൾ നിലമ്പൂരാട്ടാ കുൽക്കി സർബത്ത് അടിക്കാൻ. കുൽക്കി സർബത്താണോ? ഓൻ കാട്ടണ കാണല്ലേ. റെഡി. കുലുക്കി സർബത്തും കരിമ്പ് ജ്യൂസും മതിയാകോളം കിട്ടിട്ടോ. അതെ, ചക്ക, മാങ്ങ, തേങ്ങ എല്ലാം ഉണ്ട്. അയ്യോ വണ്ടികളാണ്. ഞായറാഴ്ചയും കൂടിയല്ലേ, നല്ല തിരക്കാട്ടോ. 2 ബസ് കൂടിക്ക് കാണിക്കാൻ പറ്റുന്നില്ലേ? ഡ്രസ്സ് പാത്താട്ടോ, ഡ്രസ്സിൻ്റെ കാര്യം. ടീഷർട്ട് മാത്രമുള്ളൂ, ലേഡീസിനൊന്നും കാണാനില്ല. കരിമ്പ് ജ്യൂസാണ് കൂടുതലില്ലേ, ഇളനീര്. നിലമ്പൂരിന്റെ ഭംഗി അതാ. അപ്പം നിലമ്പൂര് ഈ ഭാഗം കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ടോളിട്ടോ. നമ്മുടെ നാടത് തേക്കിൻ്റെ നാടാണ്. ലോകത്തിലെ ഏറ്റവും വലിയ തേക്ക് അറിയാത്തവരാരും ഉണ്ടാവില്ല. ഇങ്ങനെ അറിയപ്പെട്ട സ്ഥലം. ഇതെന്താണ് ആപ്പിൾ വാങ്ങണോ കുട്ടിയിട്ട്? മാങ്ങ ആപ്പിൾ ഇപ്പോൾ ഇതിൻ്റെ സീസണാണ്. ഏതെടുക്കണേ? ഇഷ്ടം പോലെ ഉണ്ട്. 2 കിലോ 100 ഏതെടുക്കാം? 2 കിലോ 100. വെയിൽ കൊണ്ടിട്ട് ഇങ്ങനെ മാറ്റി വന്നത്. പക്ഷെ എൻ്റെ മധുരം അടിപൊളിയാണ്. എടുത്തോ? ആ മതി അല്ലേ? 2 കിലോ ഏറെ ഉണ്ടാവും. ആ മതി കേട്ടോ. ഇപ്പം മാങ്ങ നമ്മളെ നാട്ടുകാരാണ് കച്ചവടം. അങ്ങനെ നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി. അമ്മ ദാ ഒറ്റയ്ക്ക് വെള്ളം കലക്കി കുടിക്കണേ. ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. നല്ല ചൂട്. ഞങ്ങള് സന്ധ്യേച്ചിന്റെ വീട്ടിലൊക്കെ കുട്ടീനെ കണ്ട് കുഞ്ഞാവേനെ കണ്ടെന്ന് ഇറങ്ങി. കുറച്ചു നേരം എന്താ കുഞ്ഞാവ് കളിക്കുക? കുഞ്ഞാവ് കളിക്കണ്ടേ? കണ്ണ് തുറന്നിരിക്കാണ്. ഇടയ്ക്ക് പൂച്ചകൾക്ക് ഉറങ്ങണുണ്ട്, ഉണരുന്നുണ്ട്. ചൂടല്ലേ, കുട്ടീനെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും കുട്ടീനെ കുറെ ദിവസമായി കണ്ടിട്ട്. 28-ന് അത് കഴിഞ്ഞ പിന്നെ കണ്ടില്ല. അപ്പൊ ആ കല്യാണം എന്ന് പറഞ്ഞാല് നമ്മളെ സന്തോഷേട്ടന്റെ അച്ഛന്റെ അനിയന്റെ ഭാര്യന്റെ അനിയന്റെ ഭാര്യ നാത്തൂനോ? അങ്ങനെയല്ല, അച്ഛമ്മേന്റെ അനിയത്തിന്റെ കുട്ടികളെ മകന്റെ കുട്ടി നല്ല ബന്ധമാണ്. പിന്നെ ചെറിയമ്മേന്റെ ആങ്ങളേന്റെ മോളും ഒക്കെ ബന്ധുക്കാരാണ്. അങ്ങനെ വന്നതാണ്. അപ്പൊ അങ്ങനെ കല്യാണമൊക്കെ ഉഷാർ. അകമ്പാടം അല്ലേ? ചൂടിന്റെ പ്രശ്നമുള്ളൂ. അകമ്പാടം എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വിശേഷം നിർത്തണം കേട്ടോ. നാളെ നമുക്ക് വേറെ പുതിയ വിശേഷമായിട്ട് കാണാം. എല്ലാവർക്കും ബൈ.